ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ്ലി ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏത്? ഇടനാട്. 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉപദ്വീപ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം. പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെയാണ്? പെരിയാർ നദിക്ക്. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ. ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിയധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷിയധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഹരിതമിത്ര പുരസ്കാരം ഏതിനത്തിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? പച്ചക്കറി കർഷകൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം മൂന്നാർ. കേരളത്തിൻ്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം മൂന്നാർ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? കോവാക്സിൻ. ഇന്ത്യയുടെ തദ്ദേശീയമായ COVID-19 വാക്സിൻ ഏത്? കോവാക്സിൻ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ. അപ്പോൾ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം. ഷോളയാർ അണക്കെട്ട് ഏതു നദിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലം. ഷോളയാർ അണക്കെട്ട് ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് തടാകം. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല. കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത്. ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കെ കേളപ്പൻ. രവികുമാർ ദാഹിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്. പോലീസ് ഏത് ലിസ്റ്റിൽപ്പെടുന്നവയാണ്? സംസ്ഥാന ലിസ്റ്റിൽ. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് സൈമൺ കമ്മീഷൻ. രവികുമാർ ദാഹിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്. പോലീസ് ഏത് ലിസ്റ്റിൽപ്പെടുന്നവയാണ്? സംസ്ഥാന ലിസ്റ്റിൽ. ഉത്തരവാദിത്ത ഭരണ സംവിധാനത്തിന് ഉചിതമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുവാൻ നിയമിക്കപ്പെട്ടത് സൈമൺ കമ്മീഷൻ. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം സിവിലാജ്ഞാ ലംഘനം. ഗാന്ധിജി ദണ്ഡിയാത്രയോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭം സിവിലാജ്ഞാ ലംഘനം. കോട്ടയത്തെ രാജാവായിരുന്നു പഴശ്ശിരാജാവ്. കോട്ടയത്തെ രാജാവായിരുന്നു പഴശ്ശിരാജാവ്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു മലബാർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി ഇ.വി. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്തവരിൽ പ്രധാനി ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്?
അയ്യ വൈകുണ്ഠസ്വാമി. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യ വൈകുണ്ഠസ്വാമി. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് 4A. ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് CP രാമസ്വാമി അയ്യർ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യമ്പള്ളം. അപ്പോൾ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം വിഭാവനം ചെയ്തത് CP രാമസ്വാമി അയ്യർ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യമ്പള്ളം. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്ക്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ്. പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഡയമണ്ട് കൂടുതലായി കാണുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ്. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡ്. ലോക ബാങ്കിൻ്റെ മറ്റൊരു പേര് IBRD. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്: 1. സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യം വിശകലനം നടത്തിയത് ദാദാഭായ് നവറോജിയായിരുന്നു. 2. ജയിൽ ജീവിതച്ചെലവ് എന്ന ആശയം ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാട്. അപ്പോൾ ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാട്. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി ഓപ്ഷൻ C ആണ്. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം. ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? സ്രവം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത്. തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ്? സ്രവം. പക്ഷിപ്പാട്ട്, കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മാപ്പിളപ്പാട്ടുകൾ. തെറ്റായ ജോഡി ഏത്? ജോഡികൾ: നെഹ്റു ഗോൾഡൻ കപ്പ് ഫുട്ബോൾ, വേൾഡ് കപ്പ് ക്രിക്കറ്റ്, ആഗാ ഖാൻ കപ്പ് ഹോക്കി, ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ. തെറ്റായത് ഡേവിഡ് കപ്പ് ബാഡ്മിൻ്റൺ. ഡേവിഡ് കപ്പ് ലോൺ ടെന്നീസിൻ്റെയാണ്. ഈയിടെ അന്തരിച്ച അകിര മിയാവാക്കി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതി. ഈയിടെ അന്തരിച്ച അകിര മിയാവാക്കി ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതി. മെയ് 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ടൗട്ടെ. മെയ് 2021 കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ടൗട്ടെ.